വിടുമോ ശരണ്യ തുടരുക ദയവായി. ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ സന്ദീപ് വാര്യർ കൂടി ചേരുകയാണ്. സന്ദീപ് വാര്യർ, താങ്കൾ കേട്ട് കാണും ഈ പ്രസംഗം എന്ന് കരുതുകയാണ്. 36 വർഷം മുമ്പാണെങ്കിലും ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടി തപാൽ വോട്ടിൽ തിരുത്തൽ നടത്തി, കൃത്രിമം നടത്തിയെന്നാണ് വലിയ ഒരു വെളിപ്പെടുത്തലാണ്. ഗുരുതരമായ വിഷയം തന്നെയാണ് സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കേസെടുത്താലും കുഴപ്പമില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയാവുന്നിടത്തോളം ഇത് ജി സുധാകരൻ അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് മാത്രം ചെയ്ത കാര്യമായിട്ട് തോന്നുന്നില്ല. മറിച്ച് CPM സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി അവർ സംഘടനാപരമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നിരന്തരമായി ചെയ്യുന്നതാണ്. കേരളത്തിൽ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലെ പോസ്റ്റൽ ബാലറ്റുകളാണെങ്കിലും തെരഞ്ഞെടുപ്പ് തന്നെയാണെങ്കിലും അട്ടിമറിക്കുന്ന ഒരു സ്ഥിരം സംവിധാനം CPM-നുണ്ട് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള കാര്യമല്ലേ. കേരളത്തിൽ എവിടെയാണ് ഇത് നടക്കാതിരുന്നിട്ടുള്ളത്? അപ്പം കേരളത്തിലും ബംഗാളിലും ഒക്കെ CPM തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടി, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ CPM-ന്റെ സമുന്നത നേതൃത്വത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾ തുറന്നു പറയുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സിവിൽ സൊസൈറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയോ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയോ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നഗ്നമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ പരിശ്രമങ്ങൾ അത് കണ്ണൂർ ജില്ലയിലടക്കം കേരളത്തിലെ എത്രയോ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തെരഞ്ഞെടുപ്പൊന്നുമല്ല, ഒരു സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഏത് തെരഞ്ഞെടുപ്പായാലും CPM ഇതുപോലെ ആ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പരസ്യമായിട്ടുള്ള കാര്യം. ശ്രീ സന്ദീപ് വാര്യർ, ഇതിപ്പോൾ പ്രമുഖ നേതാവിന്റെ ഭാഗത്തു നിന്ന്, പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാഗത്തു നിന്നാണ് ഈ വാക്കുകൾ വന്നിട്ടുള്ളത്. മുൻ മന്ത്രിയുടെ വാക്കുകളാണ്. ഈ വിഷയത്തെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യും കോൺഗ്രസ്? അതായത് ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഈ വാർത്ത സംബന്ധിച്ച് എനിക്കറിയുന്നത്. ഞാൻ ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ജനാധിപത്യപരമായ വശം പറഞ്ഞു. ഞാൻ എത്രയോ തവണ നേരിട്ടും ഇത്തരം കാര്യങ്ങൾ CPM-കാർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കേരളത്തിൽ ഉടനീളം കണ്ടിട്ടുണ്ടല്ലോ. ഇത് പുതിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ സ്ഥിരീകരണം പാർട്ടിയുടെ ഒരു നേതാവിൽ നിന്നുണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളൂ. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കോൺഗ്രസ് നേതാവ് ശ്രീമതി ഷാനിമോൾ